ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കക്കാടംപൊയിൽ ഫോഗി മൗണ്ടൻ പാർക്ക് ആൻഡ് റിസോർട്ട്സിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെങ്തി വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയെ നിരവധി കാഴ്ചകളുണ്ടായിരുന്നു. പച്ചപ്പും അതുപോലെ മിസ്റ്റി വ്യൂസും പിന്നെ നമ്മൾ ഒരുപാട് റബ്ബർ എസ്റ്റേറ്റുകളും കൈത തോട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ അവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചേർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാമായിരുന്നു, കാരണം രാത്രി അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വൺ ഡേ ട്രിപ്പാക്കി. രാവിലെ ഏകദേശം 8:30 മണിക്ക് ഇറങ്ങി. ഹസ്ബൻഡും ഞാനും മോനും അതുപോലെ തന്നെ ഹസ്ബൻഡ് ഏട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഹസ്ബൻഡ് ഏട്ടൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സ് വേറെ തന്നെ അവർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തു, എല്ലാ റൈഡുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പം നമ്മൾ ഏകദേശം പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ വനം വകുപ്പിൻ്റെ ഒരു സെൻറ്റർ സെപ്പറേറ്റ് തന്നെ ഉണ്ടായിരുന്നു. അവിടേക്ക് നമുക്ക് പാർക്കിംഗ് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ കാറ് പാർക്ക് ചെയ്തു. അതിന് ശേഷം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യമുള്ള മാറ്റുന്ന ഡ്രസ്സുകളും മാത്രം നമ്മൾ എടുത്തിട്ട് നേരെ നമ്മൾ ആ എൻട്രിയിലേക്ക് പോയി. അതിനുശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡൽട്ട്സിന് 799 റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റീൽസ്, മികച്ച റീൽസ് എടുക്കണമെങ്കിൽ എടുക്കാം. അവരുടെ എന്താ പറയുക, അവരുടെ ചാനൽ ഫോളോ ചെയ്യുക. മികച്ച റീൽസിന് 12,000 റുപ്പീസ് സമ്മാനം തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ടാഗ് നമ്മളെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിലൊരു റെഡ് ടാഗ് ഉണ്ടാവും. അത് പോയി തിരിച്ച് വരുന്നവരെ നമ്മളെ കയ്യിൽ സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നമ്മൾ പ്രവേശിച്ചു. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സൈഡിൽ കയാക്കിങ്ങും പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കൊച്ചു പാർക്ക്, അതായത് അവിടെ കൊച്ചു കൊച്ചു റൈഡിങ്ങുകളൊക്കെ, കുട്ടികൾക്ക് കയറാനുള്ള റൈഡിങ്ങുകളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ഇപ്പം അവർ പറയുന്നത് എന്താ വെച്ചാൽ 70-ലേറെ പുതിയ റൈഡിങ്ങുകൾ വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ നല്ല ഓഫറുകളുണ്ട്. പിന്നെ മെയ് 31 വരെയാണ് ഈ ഓഫർ ഉള്ളതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഞാനും ഹസ്ബൻഡും കയാക്കിങ്ങിന് ആദ്യം തന്നെ പോയി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയാക്കിങ്ങിലേക്കാണ് പോയത്. മോൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് ഏട്ടൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവനും ഹസ്ബൻഡ് ഏട്ടൻ്റെ മോനും കൂടെ അങ്ങോട്ട് പോയി. അവരെ കൂടെ അങ്ങ് കയറി എൻജോയ് ചെയ്യാൻ പോയി. ഞങ്ങൾ ഒരുമിച്ചും പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ ചെല്ലുന്നത് നമ്മുടെ ഹൊറർ ഹൗസിലേക്കാണ്. ഹൊറർ ഹൗസിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ആദ്യം എൻ്റെ കൂടെ ഹസ്ബൻഡ് വന്നു. പിന്നെ രണ്ടാമത്തെ പോക്കിന് ഹസ്ബൻഡ് വന്നില്ലായിരുന്നു. ഞാനും മോനും കൂടെ ജസ്റ്റ് ഒന്ന് കയറി. അങ്ങനെ അവിടെ മിറർ ഹൗസൊക്കെ കണ്ടു. പിന്നെ സൈക്ലിങ്, അതുപോലെ തന്നെ ഊഞ്ഞാൽ, ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള റൈഡിങ്ങുകളാണ് കാര്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള റൈഡിങ്ങുകളൊക്കെ കയറിയതിന് ശേഷം നമ്മൾ പൂളിലേക്ക് കയറാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നനഞ്ഞിട്ടല്ലേ നമ്മൾ മറ്റുള്ള റൈഡുകളിലൊക്കെ പോവുക. ഇവിടെ വാട്ടർ റൈഡിങ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. നമ്മൾ മറ്റുള്ള പാർക്കുകൾ, വിസ്മയ അതുപോലെ തന്നെ വേറെ പാർക്കുകളിൽ കാണുന്ന ആ ഒരു ഫെസിലിറ്റി അല്ല. ഇവിടെ വേറൊരു രസം തന്നെയാണ്. കൂടുതൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് വളരെ എൻജോയബിൾ ആയിരിക്കും. അപ്പോൾ പിന്നെ അതുമല്ല, കുട്ടികൾക്ക് ആയിട്ടുള്ള പുതിയ ഒരു പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള പുതിയ റൈഡിങ്ങുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കൊച്ചു പാർക്കുണ്ട്, അതിനുള്ളിലേക്ക് ചെന്നാൽ ചെറിയൊരു പാർക്കുണ്ട്. അത് നമുക്ക് പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പാർക്കുണ്ട്. പിന്നെ ഈ റൈഡിങ്ങുകളിലേക്ക് സിപ്പ് ലൈന്, അതുപോലെ തന്നെ റോപ്പ് വേ, ഇതൊക്കെ കയറണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മൾ മുകളിലെത്താനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പൂളിലേക്ക് പോകാം. അവിടെ വേവ്സ് വരുന്നതിന് പ്രത്യേകം സമയമുണ്ട്. ഓരോ വേവ്സ് വരുമ്പോഴും ആളുകൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം.